ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ മക്കളെ ഒരുപാട് പേര് പറയുന്ന, പ്രത്യേകിച്ചും സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചർമാർ എന്നെ കാണാൻ തീരെ സൗന്ദര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു ആത്മവിശ്വാസമില്ല. പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്നെ കാണാൻ കൊള്ളില്ല, ആളുകൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലിക്ക് പോകണം, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒന്നിനും ഒരു ആത്മവിശ്വാസം ഇല്ല, ഞാൻ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ ഭംഗിയില്ലാത്ത കുട്ടിയാണ്, എന്നെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമോ, ആ ഒരു കാര്യം കൊണ്ടൊന്നും എനിക്ക് ആത്മവിശ്വാസമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറഞ്ഞു തരാം. ഇതുപോലൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കാണാൻ ഭംഗിയില്ല, മറ്റുള്ളവരെന്തായിരിക്കും എന്നെപ്പറ്റി വിചാരിക്കുക എന്നൊക്കെയുള്ള ചിന്ത ഒരു സമയത്ത് എന്നെയും അലട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഭയങ്കര സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം തോന്നും, എന്ത് ഭംഗിയല്ലേ അവരെ കാണാൻ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ സംസാരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറമേയുള്ള ഈ ഒരു സുന്ദരതയുള്ളൂ. എല്ലാവരെ കുറിച്ചും അല്ല കേട്ടോ. ചിലർ ഭയങ്കര പിന്നെ കാണാൻ നല്ല ക്യൂട്ടായിരിക്കാം, പക്ഷെ അവരുടെ ആ ഒരു സ്വഭാവം ചിലപ്പോൾ ഉള്ളിൽ മൊത്തം നെഗറ്റീവായിരിക്കും, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പിന്നെ സ്ത്രീകളായിരിക്കാം. അപ്പോൾ നമുക്ക് തോന്നും അല്ലേ, അയ്യോ ഇവർക്ക് പുറമേയുള്ള ബാഹ്യ സൗന്ദര്യമേ ഉള്ളല്ലോ, ആന്തരിക സൗന്ദര്യമില്ലല്ലോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ആന്തരിക സൗന്ദര്യത്തിലേക്ക് നോക്കണം. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, പെണ്ണിനെ കാണാൻ കൊള്ളാം, പെണ്ണിനെ കാണാൻ കൊള്ളാം, പെണ്ണ് വെളുത്തിട്ടാണ്, പെണ്ണിന് സ്വർണ്ണമുണ്ടോ, അല്ലെ, സ്ഥിരമായിട്ട് സ്ത്രീകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ചില പെൺകുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ കാഴ്ചയിലൊക്കെ ഭയങ്കര സുന്ദരികളൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവരുടെ പെരുമാറ്റം എക്സലൻ്റ് ആയിരിക്കും. നമുക്ക് എന്തോ അടിപൊളി, അവർ ഭയങ്കര സുന്ദരിയാണെന്ന് നമുക്ക് തോന്നും, ശരിയല്ലേ. അപ്പം ഒരു മനുഷ്യൻ്റെ കളറോ അവരുടെ പിന്നെ സൗന്ദര്യമോ ഒന്നുമല്ല അവരുടെ സക്സസിന്റെ മാനദണ്ഡം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓപ്ര വിൻഫ്രെ, അമേരിക്കയിൽ കറുത്ത വർഗക്കാരിയായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഓപ്രയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് അമേരിക്കയിലെ ആദ്യത്തെ ബ്ലാക്ക് വുമൺ ബില്ലനെയറായി മാറി അവരവരുടെ മൈൻഡ് പവർ ഉപയോഗിച്ച്. അപ്പോൾ ഒരു കറുത്ത വർഗക്കാരിയായ പെൺകുട്ടിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പാടില്ല എന്ന് അവിടുത്തെ സമൂഹം ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനും സ്വപ്നം കണ്ടാൽ ഉയർന്നു വരാമെന്ന് സ്വന്തം ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്ത കറുത്ത വർഗക്കാരിയായ പെൺകുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്കിന്നിന്റെ കളറോ നമ്മുടെ കാണാനുള്ള ഭംഗിയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പോ ഒന്നുമല്ല നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. പല പെൺകുട്ടികളും പല സ്ത്രീകളും എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോരായ്മകളുണ്ട്, ഒരു 10 ലിസ്റ്റ് അങ്ങ് നിരത്തും, ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ മാറ്റിവെക്കൂ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്, മക്കളെ നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് പലർക്കും ഇല്ല. ഓരോ മനുഷ്യർക്കും ദൈവം ഓരോ കഴിവാ തന്നേക്കുന്നത്. പണ്ട് ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ കാണാൻ കൊള്ളില്ലല്ലോ, പക്ഷെ നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൽ എന്താണോ നമ്മൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസോ ഒന്നുമല്ല നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഞാൻ അടിപൊളിയാ, സൂപ്പറാ. പിന്നെ പലരും വെളുക്കാൻ വേണ്ടിയിട്ട് ലോകത്തില്ലാത്ത ക്രീമുകളൊക്കെ തേച്ച് ആ ക്രീം ഉണ്ടാക്കുന്ന കമ്പനീസിന് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ലാതെ വലിയ മാറ്റമൊന്നും വരാത്തവരുണ്ട്. അപ്പം നമുക്കൊരു സ്കിൻ കളർ ഉണ്ട്, നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു കളറുണ്ട്, നമ്മൾ ആ കളറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കറുപ്പാണോ വെളുപ്പാണോ ഡസൻ മാറ്റർ, അതിലേക്കൊന്നും നോക്കണ്ട. നമ്മൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കുക, നല്ല പെരുമാറ്റം, അതാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നല്ല ചിരിച്ച് വളരെ പ്രസന്നവതിയായിട്ട്, നമ്മളെപ്പോഴും ആരെ കണ്ടാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് അതാണ്, അവിടെയാണ് അവർ നമുക്ക് മാർക്ക് ഇടുന്നത്. എന്ത് രസമാണ് അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറിന് കൊടുക്കണം മാർക്ക് എന്ന് നമുക്ക് തോന്നും അല്ലേ. അതുകൊണ്ട് ഈ പുറമേയുള്ള ബാഹ്യ സൗന്ദര്യത്തിന് പോകാതെ നമ്മൾ
വെളുക്കാൻ വേണ്ടി ഓരോ ക്രീമുകൾ വാരി തേച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റിയെ കളയാതെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്താണോ, നമുക്ക് ഏത് രീതിയിലാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആ രീതിയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മുടെ രൂപത്തെ നമ്മൾ ഇഷ്ടപ്പെടുക. ദൈവം തന്ന രൂപം എനിക്കിതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവം ഈ രൂപമാണ് തന്നത്. ഞാൻ എൻ്റെ രൂപത്തിൽ ഹാപ്പിയാണ്. എനിക്ക് ഈ രൂപം തന്ന ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സക്സസ്സിലൊന്നും ഒരിക്കലും എന്താ പറയുക, നമ്മുടെ രൂപമോ കാര്യങ്ങളോ സൗന്ദര്യമോ ഒന്നും ഒരിക്കലും ഒരു മാറ്റർ ചെയ്തിട്ടില്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ആന്തരിക സൗന്ദര്യം കൂട്ടുക. ഉള്ളിൽ നിന്ന് നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആകുക, പോസിറ്റീവ് ആകുക, അതിമനോഹരമായി പുഞ്ചിരിക്കുക. നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമാണെങ്കിൽ, നല്ല രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ നമുക്ക് ഈ ബാഹ്യ സൗന്ദര്യത്തെക്കാട്ടിലും വലുത് നമ്മുടെ ആ നല്ല പെരുമാറ്റവും, നമ്മുടെ ആ നല്ല പെരുമാറ്റം കൊണ്ട് നമ്മൾ ഭയങ്കര സുന്ദരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.